ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയാലോ. 1.5 കിലോ അരി 1.5 കിലോ ചിക്കനാണ് ഞങ്ങൾ വെക്കുന്നത്. അതിനായിട്ട് വേണ്ടിയത് 6 വലിയ ഉള്ളി, 4 പച്ചമുളക്, ഞങ്ങൾക്ക് പാകത്തിന് പച്ചമുളക് ഉള്ളൂ ഞങ്ങൾ എടുത്തിട്ട്, ഇഞ്ചി, നാരങ്ങ, വെളുത്തുള്ളി, പിന്നെ തക്കാളി, തൈര്, പുതിന, മല്ലിയില, വിനാഗിരി, ബിരിയാണി മസാല, 4 തണ്ട് കറിവേപ്പില, പിന്നെ പൊടികൾ കുരുമുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ മസാല, ഈ മസാല പൊടിച്ചതാണിത്, പിന്നെ നെയ്യ്, പിന്നെ വെളിച്ചെണ്ണ. 1.5 കിലോ അരി ഞങ്ങൾക്ക് ആവശ്യത്തിനായിട്ട് ഇടുന്നത്, ഞങ്ങൾക്ക് ആവശ്യത്തിന് ഇടണം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 200 വെളിച്ചെണ്ണ 50 നെയ്യും ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുക്കാനിടുക. ഉള്ളി ഒരു ഗോൾഡൻ കളറാകുമ്പോൾ അത് കോരുക. ശേഷം അതിലേക്ക് മല്ലിയിലയും ബിരിയാണി മസാലയും ചേർക്കുക. വെള്ളം തിളക്കാൻ വെച്ചിരുന്നു, നമുക്ക് മസാല യോജിപ്പിക്കാം. ചതച്ച മസാലകൾ ഉള്ളി, തക്കാളി, ഒരു നാരങ്ങ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിയില, കറിവേപ്പില, 1 ടീസ്പൂൺ തൈര്, 2 ടീസ്പൂൺ വിനാഗിരി ഇവയും ഒഴിക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കണം കേട്ടോ. അങ്ങനെ മസാലയൊക്കെ യോജിപ്പിച്ചു, അതിലേക്ക് ചിക്കൻ ഇടുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതൊക്കെ ലെവൽ ചെയ്ത് വെക്കുക. അത് രണ്ടും ഒപ്പാവാതെക്കാൻ ഞങ്ങൾ അതിൻ്റെ മുകളിൽ വാഴയില വെക്കലാണ്. വാഴയിലേക്ക് ചെറിയ ഓട്ടിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് ഊറ്റിയിടാം. ആദ്യം കുറച്ച് റൈസ്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വറുത്ത് കോരി വെച്ച മിക്സ് ഇടുക. ഇതിങ്ങനെ റൈസും മിക്സുമായിട്ട് ലെയർ ഇടുക. അങ്ങനെ ഫുള്ളായിട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഉള്ളി വറുത്ത നെയ്യ് ഒഴിക്കുക. എന്നിട്ട് കുക്കർ അടച്ച് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കുക. 1 വിസിൽ വന്നാൽ ഓഫാക്കുക. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആക്കണേ. ഇത് നമുക്കിനി ചെമ്പിലേക്ക് മാറ്റാം. ശരി.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കല്ല കേട്ടോ, ലൈക്കും ചെയ്യാനും ഷെയറും കമൻറ്റും. ഓക്കെ. അപ്പോൾ അടിപൊളി ബിരിയാണിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ, രക്ഷയില്ല.